കാട്ടാക്കട കള്ളിക്കാട് സ്വദേശി രാജേഷിന് വൃക്കരോഗത്തിനായി ഡോക്ടർ 10 മരുന്നുകളാണ് കുറിച്ചു നൽകിയത്. എന്നാൽ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഫാർമസിയിൽ നിന്ന് ലഭിച്ചതോ ആകെ 1 മരുന്ന് മാത്രം. ബാക്കി മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങാനാണ് രാജേഷിന്റെ അമ്മ സുജയ്ക്ക് കിട്ടിയ നിർദ്ദേശം. സ്വകാര്യ ഫാർമസികളിൽ നിന്ന് മരുന്ന് വാങ്ങണമെങ്കിൽ 8000-ലധികം രൂപ ചെലവാകും. പണമില്ലാത്തതിനാൽ മരുന്ന് വാങ്ങാതെ സുജ മകനുമായി മടങ്ങി. എത്ര മരുന്നായി കിട്ടിയത്? ഒരൈറ്റം. അത് വില കൂടിയ മരുന്നായോണ്ടായിരിക്കും ഇവിടെ ഇല്ലാത്ത. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണേ? ഹൃദ്രോഗിയായ കൊല്ലം കടക്കൽ സ്വദേശി നസീറിനും സമാന അനുഭവം തന്നെ. മൊത്തം 7 ഐറ്റം കൊണ്ടുണ്ട്. 8 ഐറ്റം ഉണ്ട്. ഒന്നും കിട്ടിയില്ല. 8 ഐറ്റത്തിൽ ഒന്നും കിട്ടിയില്ല. ഒരു ഗുളികയില്ലെന്ന്. ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാത്രം കാര്യമല്ല, കാരുണ്യ ഫാർമസിയിലും മരുന്നുകൾ കിട്ടാനില്ല. 2 പേഴ്സിന് എഴുതി, ഒരു മരുന്ന് പൈസ കൊടുത്ത് മേടിച്ച് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇല്ലാന്ന് പുറത്തുനിന്നാണ്. ആന്റിബയോട്ടിക്കായ അമോക്സിലിൻ, ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾക്കുള്ള പാൻഡാപ്രസോൾ, എലിപ്പനിക്ക് നൽകുന്ന ഡോക്സിസൈക്ലിൻ, ജലദോഷത്തിനായുള്ള സിട്രസിൻ തുടങ്ങിയ മരുന്നുകൾ ആശുപത്രികളിൽ കിട്ടാക്കനിയാണ്. ഇതുകൂടാതെ കിഡ്നി, ഹൃദ്രോഗങ്ങൾക്കായുള്ള മരുന്നുകളും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള മരുന്നുകളും ലഭിക്കുന്നില്ല എന്നതാണ് പരാതി. ആശുപത്രികളിലേക്ക് മരുന്നെത്തിക്കേണ്ട കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക തീർക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിശ്ശിക തീർക്കാതെ മരുന്നെത്തിക്കാനാകില്ല എന്നതാണ് മരുന്ന് കമ്പനികളുടെ തീരുമാനം. 9ാമത്തെ നമ്പർ 1 കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഇന്നത്തെ അവസ്ഥയാണിത്. ഫാർമസികളിൽ എത്തുന്ന രോഗികൾ മരുന്നില്ല എന്ന പല്ലവി കേട്ട മടുത്തു. ഇനിയെങ്കിലും രോഗികളുടെ ഈ ബുദ്ധിമുട്ട് മന്ത്രി മനസ്സിലാക്കണം. പ്രശ്നത്തിന് ഉടനടി തന്നെ പരിഹാരം കാണണം. സജികുമാറിനൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.